വീണ്ടും ഇന്ത്യക്കെതിരെ പണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US IT കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ IT കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാനാണ് ട്രംപിന്റെ നീക്കമെന്ന് വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്ത്യയുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് മണിക്കൂറുകൾക്കുള്ളിൽ അടുത്ത പണിയുമായി എത്തിയിരിക്കുന്നത്. IT മേഖലയാണ് ട്രംപ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള IT ഔട്ട്സോഴ്സിംഗ് തടയാൻ ശ്രമിക്കുന്നതായി US വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. IT സേവനങ്ങൾക്കായി ഇനി അമേരിക്കക്കാർ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്നും കോൾ സെന്ററുകൾ വീണ്ടും അമേരിക്കൻ ആക്കുമെന്നും ലോറ ലൂമർ പരിഹാസ രൂപേണ തന്റെ എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞു. തീരുമാനം നടപ്പിലാക്കിയാൽ ഇത് ഇന്ത്യൻ IT സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയാവും. US IT സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ IT മേഖലയെ വലിയ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നാണ് സൂചന. അതേസമയം ഇന്ത്യയിലെ IT മേഖല സമീപ വർഷങ്ങളിൽ ആഗോള ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായി ഉയർന്നു വന്നിട്ടുണ്ട്. 2023 പുറത്തുവന്ന കണക്കനുസരിച്ച് ആഗോള ഔട്ട്സോഴ്സിംഗ് വിപണിയുടെ ഏകദേശം 55% ഇത് സംഭാവന ചെയ്യുന്നുണ്ട്. മാത്രമല്ല 1998 ഇന്ത്യയുടെ മൊത്തം GDPയിൽ വെറും 1.2% സംഭാവന ചെയ്തിരുന്ന ഈ മേഖല ഇപ്പോൾ FY23 7.5%. കൂടാതെ FY25 ആകുമ്പോഴത്തേക്കും 10% വളരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ത്വരിതപ്പെടുത്തിയ വളർച്ച ഇന്ത്യയിലെ IT മേഖല രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ എങ്ങനെ നയിക്കുമെന്നതിന്റെ ഒരു നല്ല സൂചനയാണ്. ഇന്ത്യൻ IT മേഖലയിൽ 17,000-ലധികം സ്ഥാപനങ്ങളുണ്ട്. രാജ്യത്തുടനീളം 1000-ലധികം വലിയ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാന നേട്ടങ്ങളിലൊന്ന് ചെലവ് കുറഞ്ഞ മത്സരക്ഷമതയാണ്. ഇന്ത്യയിലെ IT സേവനങ്ങൾ US-ലേതിനേക്കാൾ 3 മുതൽ 4 മടങ്ങ് കൂടുതൽ ചെലവ് കുറഞ്ഞതാണ്. ഇത് ഇന്ത്യയെ ആഗോളതലത്തിൽ IT ഔട്ട്സോഴ്സിംഗ് ഇഷ്ടപ്പെടുന്ന സ്ഥലമാക്കി മാറ്റുന്നുണ്ട്. IT മേഖല ഒരു പ്രധാന തൊഴിൽദാതാവായി തുടരുന്നു. 2022 സാമ്പത്തിക വർഷത്തിൽ മാത്രം 4.5 ലക്ഷത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. മൊത്തം നിയമനങ്ങളിൽ 44% സ്ത്രീകളാണ്. മാത്രമല്ല 2020-നും 2024-നും 5 വലിയ ഇന്ത്യൻ IT സ്ഥാപനങ്ങളിലെ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം ഏകദേശം 38% വർദ്ധിച്ചു. ഇത് മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച മാത്രമല്ല, തൊഴിൽ ശക്തിയിൽ വൈവിധ്യത്തിലും ഉൾപ്പെടുത്തലിലും വർദ്ധിച്ച ശ്രദ്ധേയം പ്രകടമാകുന്നുണ്ട്. അതേസമയം ഇന്ത്യ-US ബന്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. മോദിയും ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തുന്നത് പരിഗണനയിലുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സാഹചര്യം മെച്ചപ്പെടുത്താൻ മാത്രം പ്രധാനമന്ത്രി US-ലേക്ക് യാത്ര ചെയ്യും. ഇന്ത്യ ചൈനീസ് പക്ഷത്തേക്ക് ചാനൽ എന്ന പ്രസ്താവന ഇന്നലെ ട്രംപ് തിരുത്തിയിരുന്നു. ഇന്ത്യക്കും US-നും ഇടയിൽ സവിശേഷ ബന്ധമെന്ന് ട്രംപ് പറഞ്ഞതിന് നരേന്ദ്രമോദി സ്വാഗതം ചെയ്തതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മഞ്ഞുരുകാനുള്ള സാധ്യതകളും കൂടിയുണ്ട് എന്നായിരുന്നു വാർത്തകൾ. അമേരിക്കയുമായുള്ള ആശയവിനിമയം നടക്കുന്നു എന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കറും വിശദീകരിച്ചിരുന്നു. ട്രംപ് ഇതേ നിലപാട് തുടർന്നാൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം നടന്നേക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. മോദിയുമായി എനിക്ക് നല്ല ബന്ധമാണ്. മോദി മഹാനായ നേതാവാണ്, മഹാനായ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നതിനോട് യോജിപ്പില്ല. എന്നാൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ സവിശേഷ ബന്ധമുണ്ട്. ഇതൊക്കെ പരിഹരിക്കും, ആശങ്ക വേണ്ട എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നാൽ വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നുമാണ്. ഇതെല്ലാം പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യക്ക് വീണ്ടും പണിയുമായി ട്രംപ് രംഗത്തെത്തിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.